നമസ്കാരം. പെന്റഗണിലേക്ക് ചൈനയുടെ കൊറിയൻ മിസൈൽ. വാഷിംഗ്ടണിൽ ചൈന ട്രംപിനെ തടവിലാക്കി. 7 വർഷത്തെ മൗനം വെടിഞ്ഞ് ഷീ ജിൻപിങ് കിമ്മിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങുമ്പോൾ ഈ സന്ദർശനത്തെ അമേരിക്ക ഭയക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം പെന്റഗണിലേക്ക് ചൈനയുടെ കൊറിയൻ മിസൈൽ എത്തുമെന്ന് തന്നെ. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം ഷീ ജിൻപിങ് ജൂൺ 8 മുതൽ 9 വരെ ഉത്തര കൊറിയ സന്ദർശിക്കുകയാണ്. 2019 നടന്ന അവസാന സന്ദർശനത്തിന് ശേഷം ആദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഉത്തര കൊറിയയിലേക്ക് എത്തുന്നത്. ഒരു സാധാരണ സൗഹൃദ സന്ദർശനം എന്നതിലുപരി നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഈ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയവും സുരക്ഷാപരവുമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. 7 വർഷത്തെ മൗനം വെടിഞ്ഞ് ഷീ ജിൻപിങ് കിമ്മിന്റെ മണ്ണിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ സന്ദർശനത്തെ അമേരിക്ക ഭയക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. ആകാശത്ത് ഒരേ സമയം പറക്കുന്ന 2 കഴുകന്മാരെ പോലെയാണ് ചിലപ്പോഴൊക്കെ ചൈനയും ഉത്തര കൊറിയയും. പുറമേക്ക് ശാന്തമെന്ന് തോന്നുമെങ്കിലും കിഴക്കൻ ഏഷ്യയുടെ നെഞ്ചിടിപ്പ് നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ തന്ത്രത്തിന്റെ നൂലുകളാൽ ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക രാഷ്ട്രീയ ഭൂപടത്തിലെ ഏറ്റവും നിഗൂഢവും പ്രവചനാതീതവുമായിട്ടുള്ള ഒരു സൗഹൃദം ഇപ്പോൾ വീണ്ടും ആഗോള ശക്തികളെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ്. നീണ്ട 7 വർഷത്തെ മൗനത്തിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തര കൊറിയയുടെ മണ്ണിലേക്ക് ചുവടുവെക്കുമ്പോൾ അത് വെറുമൊരു ഔദ്യോഗിക സന്ദർശനമല്ല, മറിച്ച് അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ ഉറക്കം കടത്താൻ പോകുന്ന ഒരു പുതിയ ഭൂരാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ തുടക്കമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ടുള്ള ചൈന കടുത്ത ഉപരോധങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഉത്തര കൊറിയയെ എത്രയധികം ചേർത്ത് നിർത്തുന്നത്? ഉത്തര കൊറിയയുടെ ആ രഹസ്യ കൂടിക്കാഴ്ചകൾ രൂപപ്പെടാൻ പോകുന്ന പുതിയ ഏഷ്യൻ സഖ്യം ലോകത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക, നയിക്കുക? അന്താരാഷ്ട്ര പ്രതിരോധ സമവാക്യങ്ങളെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സന്ദർശനത്തിന്റെ ഉൾക്കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം ഷീ ജിൻപിങ് ജൂൺ 8 മുതൽ 9 വരെ ഉത്തര കൊറിയ സന്ദർശിക്കുമ്പോൾ 2019 നടന്ന അവസാന സന്ദർശന ശേഷം ആദ്യമായിട്ട് ഒരു ചൈനീസ് പ്രസിഡന്റ് ഉത്തര കൊറിയയിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു സാധാരണ സൗഹൃദ സന്ദർശനം എന്നതിലുപരി നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഈ യാത്രയുടെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായ ലോകരാഷ്ട്രീയം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള മത്സരം ശക്തിപ്പെടുകയാണ്. തായ്വാൻ വിഷയത്തിൽ സംഘർഷ സാധ്യതകൾ ഉയരുകയാണ്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഷീ ജിൻപിങ്ങിന്റെ ഉത്തര കൊറിയ സന്ദർശനം എന്ന് പറയപ്പെടുന്നത് ഒരു നയതന്ത്ര മര്യാദാ സന്ദർശനം എന്നതിലുപരി പുതിയ ആഗോള ശക്തി സമവാക്യങ്ങളുടെ ഭാഗമായാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഉത്തര കൊറിയ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. രാജ്യത്തിന്റെ ആണവായുധ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും കാരണം വർഷങ്ങളായിട്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന പോങ്യാങ്ങിന് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ചൈന മാത്രമാണ്. ഉത്തര കൊറിയയുടെ പ്രധാന വ്യാപാര പങ്കാളിയും പ്രധാന സാമ്പത്തിക ആശ്രയവുമാണ് ചൈന എന്ന് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിൽ ചൈനയുടെ പങ്ക് എന്ന് പറയപ്പെടുന്നത് നിർണായകവുമാണ്. എന്നാൽ ഈ ബന്ധം വെറും സാമ്പത്തിക സഹായത്തിൽ ഒതുങ്ങുന്നതല്ല. കൊറിയൻ ഉപദ്വീപിൽ സ്ഥിരത നിലനിർത്തുക എന്നത് ചൈനയുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഉത്തര കൊറിയയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവുകയോ ഭരണകൂടം തകരുകയോ ചെയ്താൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ചൈനയിലേക്ക് ഒഴുകിയെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ചൈനയുടെ അതിർത്തിയോട് കൂടുതൽ അടുക്കുന്നതിനും അത് കാരണമാകും. അതുകൊണ്ടാണ് എല്ലാ വിവാദങ്ങൾക്കിടയിലും ചൈന ഉത്തര കൊറിയയെ തന്ത്രപരമായിട്ടുള്ള ഒരു ബഫർ സ്റ്റേറ്റായി കാണുന്നത് എന്നുള്ളത്. ഷിയുടെ സന്ദർശനം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. അടുത്തിടെ ഉത്തര കൊറിയ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്ന പുതിയ സൗകര്യങ്ങളുടെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടിരുന്നു. രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ കൂടുതൽ പുരോഗമിക്കുന്നു എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിൽക്കുന്നതിനിടെയാണ് ഈ സന്ദർശനം സ്ഥിരീകരിക്കപ്പെട്ടത്. ഔദ്യോഗികമായിട്ട് അജണ്ട പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഉത്തര കൊറിയയുടെ ആണവ പരിപാടി ചർച്ചകളുടെ പ്രധാന വിഷയങ്ങളൊന്ന് ഇതാകാനാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ഈ സന്ദർശനത്തെ ചൈനയുടെ വിപുലമായിട്ടുള്ള ഭൗമരാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കാണുന്നവരുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യങ്ങൾ ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ സ്വന്തം പരമ്പരാഗത പങ്കാളികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുവാനാണ് ബെയ്ജിംഗ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുമ്പോൾ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഉത്തര കൊറിയയുടെ ബന്ധവും ഈ സന്ദർശനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്.
ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം മോസ്കോയും പോങ്യാങ്ങും തമ്മിലുള്ള ബന്ധം എന്ന് പറയപ്പെടുന്ന ഗണ്യമായിട്ട് ശക്തിപ്പെട്ടിട്ടുണ്ട്. സൈനിക സഹകരണവും ആയുധ ഇടപാടുകളും സംബന്ധിച്ച ആരോപണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ പലതവണ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഷീ ജിൻപിങ് നേരിട്ട് ഉത്തര കൊറിയയിൽ എത്തുന്നത് ഈ ത്രികോണ ബന്ധത്തിന് പുതിയ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. 2019 ഷീ അവസാനമായി ഉത്തര കൊറിയ സന്ദർശിച്ചപ്പോൾ അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ആണവ ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ആ ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയ തുടർച്ചയായിട്ട് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ സന്ദർശനം എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമായ സുരക്ഷാ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉന്നും ഷീ ജിൻപിങ്ങും ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കക്കെതിരെ നടത്താൻ പോകുന്നത് വലിയ യുദ്ധമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ ട്രംപ് ഒരു തിരിച്ചടി കൊടുക്കുകയോ അമേരിക്കയിൽ നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരെ ആയുധം പ്രയോഗിക്കുകയോ കൊറിയയ്ക്കെതിരെ ആയുധം പ്രയോഗിക്കുകയോ ചെയ്താൽ അത് അമേരിക്കയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഷീ ജിൻപിങ് കൊറിയൻ മിസൈലുകൾ ഈ പറയുന്ന പോലെ വാഷിംഗ്ടണിലേക്ക് ഘടിപ്പിച്ചിടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഷീ ജിൻപിങ് അതിൽ നിന്ന് പിന്നാട്ട് പോയില്ല. അപ്പൊ കിം ജോങ് ഉന്നിന് ഇപ്പോൾ ഈ ഷീ ജിൻപിങ്ങിന്റെ സന്ദർശനം എന്ന് പറയുന്നത് ആഭ്യന്തര രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ നേട്ടമാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയുടെ നേതാവ് സ്വന്തം രാജ്യത്ത് എത്തുന്നത് അന്താരാഷ്ട്ര വേദിയിൽ ഉത്തര കൊറിയ ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള സന്ദേശം നൽകാൻ ഇത് അദ്ദേഹത്തെ സഹായിക്കുന്നതാണ്. അതേസമയം ഷീ ജിൻപിങ്ങിന് ഇത് ചൈന ഇപ്പോഴും മേഖലയിലെ നിർണായക ശക്തിയാണ് എന്നും ഉത്തര കൊറിയയുടെ പ്രധാന പങ്കാളിയാണ് എന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഈ സന്ദർശനത്തിന് അല്ലെങ്കിൽ ഈ സന്ദർശനത്തിൽ നിന്ന് ഉടൻ വലിയ പ്രഖ്യാപനങ്ങളോ കരാറുകളോ ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും ഷീ ജിൻപിങ്ങിന്റെ ഉത്തര കൊറിയൻ യാത്ര ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും ഉണ്ടായിട്ടും ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ശക്തമാണ് എന്ന്. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ബന്ധം ഭാവിയിൽ കൂടുതൽ പ്രാധാന്യം ആർജിക്കുവാനും അതുപോലെ തന്നെ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് 7 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ സന്ദർശനം എന്ന് പറയപ്പെടുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര പരിപാടി മാത്രമല്ല, കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെയും അമേരിക്കൻ ചൈന മത്സരത്തെയും റഷ്യ ചൈന ഉത്തര കൊറിയ ബന്ധത്തിന്റെ ഭാവിയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക രാഷ്ട്രീയ സംഭവമാണ് എന്നുള്ളതാണ്. ലോകം ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയും കൊറിയയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ പെന്റഗണിൽ നിന്നോ അല്ലെങ്കിൽ ഇനി വാഷിംഗ്ടണിൽ നിന്നോ ട്രംപിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അടുത്ത നിമിഷം പെന്റഗണിലേക്ക് ചൈനയുടെ കൊറിയൻ മിസൈലുകൾ തുരുതുരെ വീഴുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വാഷിംഗ്ടണിൽ അവസാനം ചൈന ഈ ട്രംപിനെ തടവിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇവിടെ പെന്റഗണിൽ ചൈനയും കൊറിയയും ഏതെങ്കിലും തരത്തിൽ കൈകോർക്കുകയാണെങ്കിൽ അത് പെന്റഗണിന്റെ നാശത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വാഷിംഗ്ടണിലാണെങ്കിലും അങ്ങനെ വാഷിംഗ്ടണിനെയും തകർക്കാൻ പോകുന്ന ശക്തിയാണ്, അതായത് അമേരിക്കയെ മൊത്തത്തിൽ തകർക്കാൻ പോകുന്ന ശക്തിയായി ചൈനയും കൊറിയയും മാറുകയും കൊറിയയോടൊപ്പം റഷ്യ കൂടി ചേരുന്ന സാഹചര്യമാണെങ്കിൽ അമേരിക്ക പിന്നെ നോക്കാനേ ഇല്ല. കാരണം പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ.